ഹായ് ഓൾ വെൽക്കം ടു K2CSE. സോ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ പാർട്ട് 3 വീഡിയോയിലോട്ട് നോക്കാം. ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏജൻറ്റ് പ്രോഗ്രാം വിത്ത് സൂറ്റബിൾ ഫിഗർ. അതായത് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏജൻറ്റ് നമ്മൾ 5 പഠിച്ചില്ലേ? സിമ്പിൾ റിഫ്ലെക്സ് ഏജൻറ്റ്, മോഡൽ ബേസ്ഡ് റിഫ്ലെക്സ് ഏജൻറ്റ്, പിന്നെ എന്തുവായിരുന്നു? ഗോൾ ബേസ്ഡ് ഏജൻറ്റ്, യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ് ആൻഡ് ലേണിംഗ് ഏജൻറ്റ്. ഇതിൻ്റെ പ്രോഗ്രാംസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. സോ വിത്ത് ഫിഗേഴ്സൊക്കെ ആ വീഡിയോയിൽ മുന്നേ ഉള്ള ടൈപ്സ് ഓഫ് ഏജൻറ്റിലുണ്ട്. 2 പ്രോഗ്രാം വിത്ത് എക്സാമ്പിൾ പറഞ്ഞുതരാം. 3, 4, 5 നമുക്ക് തനിയെ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഏജൻറ്റ് പ്രോഗ്രാം? ഏജൻറ്റ് പ്രോഗ്രാം പറയുന്നതിന് മുന്നേ എന്തിരൻ സിനിമയിലെ റോബോട്ടിനെ ഓർത്തേ? ആ റോബോട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ സെൻസർ ഉപയോഗിച്ചിട്ട് എൻവയോൺമെൻറ്റിലുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുന്നു. എന്നിട്ട് കൈയും കാലും, അതായത് അതിൻ്റെ ആക്ച്വേറ്റേഴ്സാണ് കൈയും കാലും അല്ലെങ്കിൽ ആ ഉപകരണങ്ങൾ യൂസ് ചെയ്തിട്ട് ആക്ഷൻസ് പെർഫോം ചെയ്യുന്നു. ഇതാണ് ഏജൻറ്റ് പ്രോഗ്രാം. ഇറ്റ് യൂസസ് ദ കറൻറ്റ് പെർസെപ്റ്റ് ഫ്രം ദ എൻവയോൺമെൻറ്റിൽ നിന്ന് അപ്പോഴപ്പോഴുള്ള പെർസെപ്റ്റുകൾ, ഇൻപുട്ടുകൾ മനസ്സിലാക്കി എന്തിലൂടെ? സെൻസറിലൂടെ മനസ്സിലാക്കിയിട്ട് റിട്ടേൺ ആക്ഷൻ ത്രൂ ആക്ച്വേറ്റേഴ്സ്, കൈയും കാലും ഉപയോഗിച്ച് ആക്ഷൻ ചെയ്യുന്നു. ഇതാണ് ഏജൻറ്റ് പ്രോഗ്രാം. പിന്നെ നമ്മുടെ ഒരുപാട് ഇൻപുട്ടുകളിലെ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള പഴയ ഇൻപുട്ടുകൾ, അങ്ങനെയുള്ള പെർസെപ്റ്റുകളുടെ ഹിസ്റ്ററീനെയാണ് ഏജൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ടേക്ക് ദ എൻറ്റയർ പെർസെപ്റ്റ് ഹിസ്റ്ററി. ഇപ്പം മെയിൻലി 5 കൈൻഡ് ഓഫ് ഏജൻറ്റ് പ്രോഗ്രാം ഉണ്ട്. ഇത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ സിമ്പിൾ റിഫ്ലെക്സ് ഏജൻറ്റിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ ഞാൻ വാക്യൂം ക്ലീനർ എക്സാമ്പിൾ വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ ആദ്യം നമ്മൾ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതണം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് റിഫ്ലെക്സ് ഏജൻറ്റ് ആയതുകൊണ്ട് തന്നെ റിഫ്ലെക്സ് എടുത്തേക്കുന്ന വാക്യൂം ക്ലീനർ ഏജൻറ്റാണ്. ഇവിടെ 2 പാരാമീറ്റേഴ്സാണ്, ലൊക്കേഷനും ഉണ്ട് സ്റ്റേറ്റസും ഉണ്ട്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇപ്പം നിൽക്കുന്ന അവസ്ഥ, ആ അവസ്ഥ നോക്കിയിട്ട് അടുത്ത സ്റ്റേറ്റസ് എന്താണെന്ന് പറയും. ഓക്കെ, അതായത് ഇപ്പം നിൽക്കുന്ന അവസ്ഥ ലൊക്കേഷൻ ക്ലീൻ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഡേർട്ടിലോട്ട് പോവുക, അതാണ് അടുത്ത സ്റ്റേറ്റസ്. അത്രയേ ഉള്ളൂ. റിട്ടേൺസ് ആൻഡ് ആക്ഷൻ, അതിലൂടെ ആക്ഷൻ തരും. ഇപ്പം നോക്കിക്കേ, ഇഫ് സ്റ്റേറ്റസ് ഈക്വൽ ടു ഡേർട്ടി ദെൻ റിട്ടേൺ സക്ക്. ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്ന് പറയുന്ന, ഇപ്പോഴത്തെ ലൊക്കേഷനിലെ സ്റ്റേറ്റസ് എന്ന് പറയുന്ന ഡേർട്ട് ആണെങ്കിൽ അത് സക്ക് ചെയ്തെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഡേർട്ടില്ല, ക്ലീൻ ആണെങ്കിൽ നിൽക്കുന്ന പൊസിഷൻ മാറിപ്പോവുക. സപ്പോസ് ഇപ്പോഴത്തെ ലൊക്കേഷൻ എ ആണെങ്കിൽ അവിടെ ക്ലീനുമാണെങ്കിൽ ദെൻ റിട്ടേൺ റൈറ്റിലോട്ട് പോവുക. എൽസ് ഇഫ് ലൊക്കേഷൻ ഈക്വൽ ടു ബി, ഇപ്പം നിൽക്കുന്ന ലൊക്കേഷൻ ബി ആണ്, അവിടെ ക്ലീൻ ആണെങ്കിൽ ദെൻ റിട്ടേൺ ലെഫ്റ്റിലോട്ട് പോവുക. അപ്പോൾ സ്റ്റാറ്റസ് ഡേർട്ട് ആണെങ്കിൽ മാത്രം സക്ക് ചെയ്യുക, ക്ലീൻ ആണെങ്കിൽ ഇപ്പം നിൽക്കുന്ന ലൊക്കേഷൻ്റെ ഓപ്പോസിറ്റ് പോവുക. ഇനി പെർസെപ്റ്റ് സീക്വൻസും ആക്ഷൻസുമാണ് കൊടുത്തേക്കുന്നത്. അതായത് ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. എ എന്ന് പറയുന്ന പൊസിഷൻ ക്ലീൻ ആണെങ്കിൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യുക. എ എന്ന് പറയുന്ന പൊസിഷൻ ഡേറ്റ് ആണെങ്കിൽ സക്ക് ചെയ്യുക. അതേപടി ബി ക്ലീൻ ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുക. ബി ഡേർട്ട് ആണെങ്കിൽ സക്ക് ചെയ്യുക. എ ക്ലീൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റിലോട്ട് മൂവ് ചെയ്യണം. എ ക്ലീൻ ഡേർട്ടി വെച്ചാൽ എ ക്ലീൻ ചെയ്തു, പിന്നെ ഡേർട്ട് ഉണ്ടെങ്കിൽ സക്ക് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുമെന്നാണ് പറയുന്നത്. എ ക്ലീൻ എ ഫുൾ കംപ്ലീറ്റ് ക്ലീൻ ആണെങ്കിൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യുക. അതുപോലെ എ ക്ലീൻ ഡേർട്ട്, എയിൽ എന്തെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ അത് സക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സിമ്പിൾ റിഫ്ലെക്സ് ഏജൻറ്റിൻ്റെ പ്രോഗ്രാം. ഇനി മോഡൽ ബേസ്ഡ് റിഫ്ലെക്സ് ഏജൻറ്റിൻ്റെ പ്രോഗ്രാം നമുക്ക് നോക്കാം. അതെന്ന് പറയുന്നത് ഇവിടുത്തെ ഫംഗ്ഷൻ മോഡൽ ബേസ്ഡ് റിഫ്ലെക്സ് ഏജൻറ്റിൻ്റെ പെർസെപ്റ്റുകളായി എടുക്കുന്നത് ആക്ഷൻ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ പേഴ്സിസ്റ്റൻ്റ് എന്ന് പറയുന്നത് 4 ഡേറ്റാസ് പറയുന്നുണ്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കറണ്ട് പൊസിഷൻ ഓഫ് ഏജൻറ്റ് ഇപ്പം നിൽക്കുന്ന കറണ്ട് പൊസിഷൻ. മോഡൽ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ മോഡൽ എന്ന് പറയുന്നത്. റൂൾസ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ആക്ഷൻ റൂളിൻ്റെ സെറ്റിനെയാണ് റൂൾ എന്ന് പറയുന്നത്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ പേഴ്സിസ്റ്റൻറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജൻറ്റിൻ്റെ കറണ്ട് പൊസിഷൻ. മോഡൽ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കറണ്ട് സ്റ്റേറ്റ്. ഇപ്പോഴത്തെ സ്റ്റേറ്റിനെ എങ്ങനെ നെക്സ്റ്റ് സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ. റൂൾസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് കണ്ടീഷൻ ആക്ഷൻ റൂള്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെയൊക്കെ അപ്ഡേറ്റ് സ്റ്റേറ്റ് എങ്ങനെ ചെയ്യുന്ന? ആ സ്റ്റേറ്റ് ഏതാണ്, അവിടുത്തെ ആക്ഷൻ ഏതാണ്, പെർസെപ്റ്റ് ഏതാണ്, മീൻസ് ഇൻപുട്ട് ഏതാണ്, മോഡൽ ഏതാണ്. റൂൾ എന്ന് പറയുന്നത് എന്തുവാണ്? റൂൾ മാച്ച്, അതായത് സ്റ്റേറ്റും റൂളും കൂടെ മാച്ച് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേറ്റ് ഇതാണ്, എനിക്കിവിടെ ചെയ്യേണ്ട റൂൾ എന്ന് പറയുന്നത് R1 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യുമ്പോൾ അത് റൂളാവും. ആക്ഷൻ എന്ന് പറയുന്നത് റൂൾ ആക്ഷൻ, അതായത് റൂള് ഒരു ആക്ഷനായിട്ട് ചെയ്യുന്നത്, റിട്ടേൺ ആക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യമാണ് മോഡൽ ബേസ്ഡ് ഏജൻറ്റിൻ്റെ പ്രോഗ്രാമിൽ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം, ഈ 4 ടേംസ് പറയണം, പിന്നെ ഈ കോട്ട് പറയണം. അതായത് ഒരു സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആ സ്റ്റേറ്റ് ഏതാണെന്ന് നോക്കണം, മോഡൽ നോക്കണം,
പിന്നെ അവിടുത്തെ ആക്ഷൻ നമ്മൾ നോക്കണം, പിന്നെ പെർസെപ്റ്റ് അതായത് ഇൻപുട്ടുകൾ നോക്കണം. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഏജൻറ്റിൻ്റെ ഫിഗേഴ്സും കൂടെ വരയ്ക്കുമ്പോഴേ അത് കറക്റ്റ് ആവത്തുള്ളൂ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കും, ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ ദ 4 കാറ്റഗറീസ് അണ്ടർ വിച്ച് എ ഈസ് ക്ലാസിഫൈഡ് വിത്ത്. അതിൻ്റെ ആൻസർ നമ്മുടെ 4 അപ്രോച്ചസ് ഇൻ എ ആണേ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഡിസ്ക്രൈബ് ദ ആസ്പെക്ട്സ് ഓഫ് എ ബേസ്ഡ് ഓൺ ഹ്യൂമൻ സെൻറ്റേർഡ് അപ്രോച്ച്. അത് നമ്മുടെ 4 അപ്രോച്ചസ് ഓഫ് എ ആണ് ആൻസർ. ഇനി നമ്മൾ ലേണിംഗ് ഏജൻറ്റ് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ലേണിംഗ് ഏജൻറ്റ് ആദ്യം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, മറ്റേ ഏജൻറ്റുകൾ തനക്ക് തന്നെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് സെൻസർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആക്ഷൻ പെർസെപ്റ്റ്സ് എടുക്കുന്നു. അപ്പോൾ എൻവയോൺമെൻറ്റ് ആണ് ഇത്. ഓക്കെ, നിങ്ങൾ വൃത്തിയായിട്ട് എക്സാമിന് എഴുതണം. അവിടെ നിന്ന് എന്താണ് പെർസെപ്റ്റ് എടുക്കുന്നു. എന്തുപയോഗിച്ചിട്ട്? സെൻസർ ഉപയോഗിച്ചിട്ട് പെർസെപ്റ്റ് എടുക്കുന്നു. ഇനി അതെന്ത് ചെയ്തു, ഈ സെൻസർ ഉപയോഗിച്ച് കിട്ടിയ പെർസെപ്റ്റുകളെ പെർഫോമൻസ് എലമെൻറ്റിലോട്ട് ഇടുന്നു. ഞാൻ തൽക്കാലം PE എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. പെർഫോമൻസ് എലമെൻ്റ് എന്ന് തന്നെ നിങ്ങൾ എഴുതണം. പെർഫോമൻസ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇറ്റ് ടേക്സ് പെർസെപ്റ്റ് ആൻഡ് ഡിസൈഡ് ആക്ഷൻ. ഇവിടെ നിന്ന് കിട്ടുന്ന പെർസെപ്റ്റുകളെ എടുത്തിട്ട് ആക്ഷൻ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആളാണ് പെർഫോമൻസ് എലമെൻറ്റ്. എന്നിട്ട് ഈ ആക്ഷൻസ് എന്ത് ചെയ്യുന്നു, ഒരു ആക്ച്വേറ്റർ ACT എന്ന് തൽക്കാലം ഞാൻ ഇങ്ങനെ എഴുതുക, ആക്ച്വേറ്റേഴ്സ് ഉപയോഗിച്ച് എൻവയോൺമെൻറ്റിൽ പെർഫോം ചെയ്യുന്നു. അപ്പോൾ ലേണിംഗ് ഏജൻറ്റ് ഫസ്റ്റ് എന്താ, എൻവയോൺമെൻറ്റിൽ നിന്ന് സെൻസർ ഉപയോഗിച്ചിട്ട് ഇൻപുട്ട് എടുത്തിട്ട് അതൊരു പെർഫോമൻസ് എലമെൻറ്റിലോട്ട് ഇടുന്നു. പെർഫോമൻസ് എലമെൻറ്റ് എന്ത് ചെയ്യുന്നു, ഈ ഇൻപുട്ടുകളെ മനസ്സിലാക്കിയിട്ട് എന്ത് ആക്ഷൻ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു. ഈ ആക്ഷൻ എന്ത് ചെയ്യുന്നു, ആക്ച്വേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എൻവയോൺമെൻറ്റിൽ പെർഫോം ചെയ്യുന്നു. ഇനി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞു. ഇനി എന്താ, പെർഫോമൻസിൻ്റെ വിലയിരുത്തലാണല്ലേ. ഒരു ആക്ഷൻ ചെയ്തു, ഒരു ആക്ഷൻ കഴിഞ്ഞു, അപ്പോൾ ആ ആക്ഷനെ വിലയിരുത്തണം. അതിനാണ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. അപ്പോൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ക്രിട്ടിക് എന്ന് പറയുന്നൊരു സാധനത്തിലോട്ട് മൂവ് ചെയ്യും. ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് സജസ്റ്റ് അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ഏജൻറ്റ് ആൻഡ് ഗീവ് ഫീഡ്ബാക്ക്. നമ്മുടെ ഏജൻറ്റിൻ്റെ ഇപ്പോഴുള്ള പെർഫോമൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്ന ആളാണ് ക്രിട്ടിക്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്ക് കൊടുക്കുന്ന ഈ ഫീഡ്ബാക്ക് എങ്ങോട്ട് പോകുമെന്ന് നോക്കാം. ക്രിട്ടിക്ക് കൊടുക്കുന്ന ഈ ഫീഡ്ബാക്ക് ദെൻ പോകുന്നത് ലേണിംഗ് എലമെൻറ്റിലോട്ടാണ്. എന്താണ്? ലേണിംഗ് എലമെൻറ്റ്. ലേണിംഗ് എലമെൻറ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ഇംപ്രൂവ്മെൻറ്റ്. ഫീഡ്ബാക്ക് കിട്ടിയല്ലോ, ഇനി എന്ത് ചെയ്യണം, ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കണം. ഓക്കെ, ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ലേണിംഗ് എലമെൻറ്റിൽ നിന്ന് എങ്ങോട്ട് പോവും, പ്രോബ്ലം ജനറേറ്ററിലോട്ട് പോവും. ഓക്കെ, പ്രോബ്ലം ജനറേറ്റർ. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് എല്ലാം കൊടുത്ത് പ്രോബ്ലം ജനറേറ്ററിലോട്ട് പോകും. പ്രോബ്ലം ജനറേറ്റർ എന്ത് ചെയ്യും, സജസ്റ്റിംഗ് ആക്ഷൻ ഗീവ് ന്യൂ ഐഡിയ. പുതിയ ഐഡിയാസ് വരുന്ന ആക്ഷൻസ് എന്ത് ചെയ്യുന്നു, സജസ്റ്റ് ചെയ്യുന്നു. അപ്പം ലേണിംഗ് എലമെൻറ്റിൽ നിന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന റിസൾട്ട്, അതായത് ലേണിംഗ് ഗൈഡ്സ് എന്ന് നമുക്കതിനെ പറയാം. അതാണ് നമ്മുടെ പ്രോബ്ലം ജനറേറ്ററിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം പുതിയ ആക്ഷൻസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ പെർഫോമൻസ് എലമെൻറ്റിൽ കൊടുത്താലേ ആ പുതിയ ആക്ഷൻസ് ആക്ച്വേഴ്സ് ഉപയോഗിച്ചിട്ട് പെർഫോം ചെയ്യത്തുള്ളൂ. ഇനി എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ ലേണിംഗ് എലമെൻറ്റ് എന്താ ലേണിംഗ് എലമെൻറ്റ് എന്താ ചെയ്യുന്നത്, ഇമ്പ്രൂവ്മെൻ്റ് അല്ലേ പറഞ്ഞു കൊടുക്കുന്ന. ആ ചേഞ്ചസ് നമ്മുടെ പെർഫോമൻസ് എലമെൻറ്റിലോട്ട് കൊടുക്കും. അവിടെ നിന്ന് കിട്ടുന്ന നോളജ് തിരിച്ച് ലേണിംഗ് എലമെൻറ്റിലോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ലേണിംഗ് ഏജൻറ്റിൽ വരുന്നത്. ഇനി എല്ലാ തവണത്തെയും പോലെ ഇത്രയും പാർട്ട് നമ്മൾ പറയത്തില്ലേ, ഇത്രയും പാർട്ട്, അതായത് എൻവയോൺമെൻറ്റ് അല്ലാണ്ട് ബാക്കിയുള്ള പാർട്ടെല്ലാം നമ്മുടെ ഏജൻറ്റിൻ്റെ പാർട്ടാണ്. ഇത്രയുള്ളേ.